ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ടു പിയാഡുൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെജൻഡിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഡു നോട്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഇതൊരു ടാസ്കി വീഡിയോ ആണ്. ഒരു ലെജൻഡിനെ പറ്റി സംസാരിക്കുന്ന ഒരു ടാസ്കി വീഡിയോ. വേഗം പോയി വീഡിയോ കണ്ടിട്ട് വാ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. പൊളിറ്റിക്കൽ വീഡിയോ, ടാസ്കി വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ആദിക്ക് പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സബ്ജക്ട്സ് ഒക്കെ. അപ്പം നമുക്ക് ഇന്നൊരു പൊളിറ്റിക്കൽ വീഡിയോയിൽ ഒരു പൊളിറ്റിക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആദിയുടെ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ ആണ് ഇന്ദിരാഗാന്ധിയാണ് എൻ്റെ ഫേവറേറ്റ് പൊളിറ്റീഷ്യൻ. അപ്പം നമ്മൾ ഇന്ദിരാഗാന്ധിയെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഒരു ടാസ്കി വീഡിയോ ഞാൻ പറയാം. അപ്പം കുറച്ച് ടാസ്കി ക്വസ്റ്റ്യൻസ് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അധികം എളുപ്പമാക്കില്ല ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് കുറച്ചൊക്കെ ഹാർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇന്ന് ആദ്യം എനിക്ക് ഉത്തരം തരണം. ഞാൻ അതിനോട് ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കണം, അതിന് ഏത് ഭാഷയിൽ വേണമെങ്കിൽ എനിക്ക് ഉത്തരം തരാം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര എനർജി ഒക്കെ ഉണ്ടാവും. നമുക്ക് എനർജി ഒട്ടും കളയാണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളെ ലാഗ് അടുപ്പിക്കാണ്ട് ആദ്യത്തെ സിമ്പിൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൂ വാസ് ഇന്ദിരാഗാന്ധി? ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ തന്നെ ഒരു ഉരുക്ക് വനിതയാണ്. അതായത് ഇന്ത്യയിലെ ഏക ഒരു വനിതാ പ്രധാനമന്ത്രിയും, ദ പവർഫുൾ ലേഡി ഓഫ് ദ അയൺ ലേഡി. നമ്മുടെ അയൺ മാൻ സർദാർ വല്ലഭായ് പട്ടേൽ, പക്ഷെ അയൺ ലേഡി ഇന്ദിരാഗാന്ധി. അത്രയും പവറാണ്. ഇന്ദിരാഗാന്ധി തീരുമാനിച്ചാൽ പിന്നെ അത് നടപ്പാക്കാതെ ഇന്ദിരാഗാന്ധി ചെയ്യില്ല. അതിന് അത്രയും പവറാണ്. അപ്പോൾ ഷീ സെർവ്ഡ് ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അത് ഒന്നുകൂടി പറയാം, ഏക വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. സക്സസ്ഫുള്ളി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യണം, ഫുള്ളും കാണാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. വാട്ട് വാസ് ഇന്ദിരാഗാന്ധീസ് റോൾ ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ്? ഇന്ദിരാഗാന്ധി റോൾ ചെയ്തത് 1966 മുതൽ 1977 വരെയാണ്. പിന്നീട് ഒരു വർഷം കൂടി ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേര് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദിരാഗാന്ധി വിജയിച്ച് ഒരു പ്രധാനമന്ത്രി ആയിട്ട്. അത് 1980 മുതൽ 1984 വരെയാണ് ആ കാലഘട്ടം ഉണ്ടായിരുന്നത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അടിപൊളിയായി വയ്ക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഇപ്പം അതൊക്കെ അവർക്ക് ആ ആൻസർ ഒന്നും കൂടി പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇന്ദിരാഗാന്ധി ആദ്യം ഇന്ദിരാഗാന്ധി 1966 മുതൽ 1977 വരെയാണ് ആദ്യം. പിന്നീട് 1980 മുതൽ 1984 ആദ്യത്തെ കാലഘട്ടം ഇന്ദിരാഗാന്ധി ഭരിച്ചത് 1966 to 1977 ആണ്. പിന്നെ രണ്ടാമത്തെ വട്ടമായപ്പോൾ 1980 to 1984 ആണ് കേട്ടോ. ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഇപ്പം ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തായാലും ഇതായിക്കോ, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ എന്തായാലും കാണും. Which party did Indira Gandhi belong to? ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് നമ്മുടെ കോൺഗ്രസ്. കറക്റ്റ് ആണ്. ഇനി നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് എടുക്കുകയാണ്. When did Indira Gandhi became the Prime Minister of India? അത് ഞാൻ നേരത്തെ 1966 മുതൽ 77 വരെ, പിന്നെ 1980 മുതൽ 84 വരെ. പക്ഷേ ഇതിൽ ടെക്നിക്കലി ഫസ്റ്റ് ആയിട്ട് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ട് 1966 Jan 24 അത് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയണം. സോ കുഴപ്പമില്ല, ഉത്തരം പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹു അസാസിനേറ്റഡ് ഇന്ദിരാഗാന്ധി? സത്വന്ത് സിംഗും പിന്നെ ബിഖർ സിംഗും. അംഗരക്ഷകരാണ്. അത് ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്തില് രണ്ട് അംഗരക്ഷകര് ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചത്. 33 തവണയാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചത്. അത് അത്രയും ക്രൂരമായൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകർ തന്നെ ആണ് അത് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ രണ്ട് ഓഫ് ദ 2 ബോഡി ഗാർഡ്സ് ആയിരുന്നു സത്വന്ത് സിംഗും ബീനത് സിംഗും. ഇവർ രണ്ടുപേരാണ് ഇതിന്റെ പുറകിൽ, ഈ കാര്യത്തിന്റെ പുറകിൽ എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Where was Indira Gandhi assassinated? ന്യൂഡൽഹി ഒരു റോഡിന്റെ അരികിൽ വെച്ചിട്ട്.
ശരിയാണ്, പക്ഷെ നമുക്ക് സ്പെസിഫിക്കലി നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് അത് മൊത്തത്തിൽ പറയണ്ടേ. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളുടെ ചെവി കൂർത്ത് കേട്ടോ. അറ്റ് ഹർ റെസിഡൻസ്, ഇന്ദിരാഗാന്ധിയുടെ റെസിഡൻസിന്റെ അടുത്ത് സഫ്താർ ജംഗ് റോഡ് എന്ന് പറഞ്ഞ റോഡിന്റെ അടുത്താണ് ന്യൂഡൽഹി. റെസിഡൻസിൽ വെച്ചിട്ടാണ് കേട്ടോ. ആ റെസിഡൻസിന്റെ അടുത്തുള്ള റോഡിന്റെ പേരാണ് സഫ്താർ ജംഗ് റോഡ്. ന്യൂഡൽഹിയിലാണ് കേട്ടോ മറ്റേ ഇന്ദിരാഗാന്ധിയുടെ റെസിഡൻസ്. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ റെസിഡൻസ് സ്ഥിതി ചെയ്യുന്ന റോഡിന്റെ പേരാണ് സഫ്താർ ജംഗ് റോഡ്, ന്യൂഡൽഹിയിലാണ്. 7th ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ മാത്രമേ വലുതായിട്ടുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്. ആൻസർ നമുക്ക് വേണമെങ്കിൽ എത്ര കുഞ്ഞിതായാലും നമുക്ക് സ്പെസിഫിക്കലിയും പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. വാട്ട് വാസ് ദ മോട്ടീവ് ബിഹൈൻഡ് ഇന്ദിരാ ഗാന്ധിസ് അസാസിനേഷൻ? ഞാൻ വേണമെങ്കിൽ മലയാളത്തിൽ ഒന്നും കൂടി വേണ്ട. ഇന്ദിരാഗാന്ധി മോട്ടീവ്, ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷില് മനസ്സിലായില്ലേ? മോട്ടീവ് എന്ന് വെച്ചാൽ ലക്ഷ്യമാണ് കേട്ടോ. അസാസിനേഷൻ എന്ന് വെച്ചാൽ കൊല്ലപ്പെടുക. അതായത് അതൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി സൈന്യങ്ങളോട് പറഞ്ഞു സിഖ്, അതായത് ഗോൾഡൻ ടെമ്പിളിലെ കുറച്ച് തീവ്രവാദികളും ആൾക്കാരും സംഘവും ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യാനായിരുന്നു ശരിക്കും ഈ ഇന്ത്യൻ പട്ടാളം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. പക്ഷെ അത് സിഖുകാരൊക്കെ ഒരു ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ളൊരു മോശം ചിന്ത അവരുടെ ഇതിൽ വന്നു. അതാണ് മെയിൻ കാരണം. സോ കറക്റ്റായിട്ട് ഇതിൽ നമ്മൾ ആൻസർ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇത് ആദ്യമൂടി ചോദിക്കുന്ന ഒരു ആൻസർ. അതായത് ഇത് ആദ്യയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറയുന്നത് തെറ്റാണ്. ഇത് ആദ്യയുടെ അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ലെറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് 8th ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ ചോദിച്ചത് 7th ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഐ ആം ആസ്ക് 8th ക്വസ്റ്റ്യൻ ആണ്. 8th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Some of notable wars that occurred during her leadership. അതായത് കുറച്ച് വാറുകൾ ഇന്ദിരാഗാന്ധി റൂളർ, നമ്മുടെ ഇന്ത്യയുടെ റൂളർ ആയിരുന്ന സമയത്ത് കുറച്ച് വോയിസ് ഒക്കെ നടത്തുന്നില്ല. അത് ഏതൊക്കെ വോയിസ്, അത് അതിന്റെ വോയിസിന്റെ പേരൊക്കെ പറയാനാണ് ആദ്യോട് പറഞ്ഞത്. ഇന്ത്യ പാക് യുദ്ധം, ബംഗ്ലാദേശ് ഒരെണ്ണം മതി. ഇന്ത്യ പാക് യുദ്ധം ഏത് വർഷമാണെന്ന് അത് 1971. അത് 1971. വെരി ഗുഡ്. ഇന്ത്യ പാക് യുദ്ധം 1971 ആണ്. കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ ഒരു ബുക്കില്. നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. 9th ക്വസ്റ്റ്യൻ. When was Operation Blue Star came down? അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ. കറക്റ്റ് ആണ്. ഒന്നുകൂടി ഞാൻ വേണേ ഗോൾഡൻ ടെമ്പിൾ കോംപ്ലക്സില് അമൃത്സർ, പഞ്ചാബ്. അണ്ടർസ്റ്റുഡ്. അറിയാത്തുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചാൽ വീണ്ടും പറയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വേണമെന്ന് വിചാരിക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഇത്രയുള്ളൂ. നമ്മൾ ഇനി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. 10th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. Why was Operation Blue Star connected? Why was Operation Blue Star connected? അതായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഈ തീവ്രവാദി സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി. സോറി ഗൈസ്, ക്വസ്റ്റ്യൻ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. ഞാൻ അറിയാണ്ട് തെറ്റ് വായിച്ചു പോയി. അമ്മയാണ് എഴുതിയേക്കണം. അപ്പം എനിക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ട് ലൈറ്റായിട്ട് ഒരു തെറ്റെത്തിപ്പോയതാണ്. വൈ വാസ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കണ്ടക്ടർ ആണ്, കണക്ടർ അല്ല കേട്ടോ. അത് ഈ ഒരു ഗുണ്ടകളുടെ പേരാണ് ഈ ബിന്ദൻവാലെ. അവരും ഒരാളും കൂടി ഉണ്ടെങ്കിൽ അവരുടെ പേരും. അപ്പോൾ അവരും അവരുടെ കൂട്ടാളികളും ഈ ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി. അവരെ പിടിക്കാനാണ് ഇന്ദിരാഗാന്ധി ചെയ്യുന്ന സൈന്യങ്ങളെ അയച്ചത്. പക്ഷെ അതെന്താണെന്നറിയില്ല, സിഖുകാർക്ക് ഉള്ളിലൊരു ദേഷ്യം ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിയെ കുറിച്ച്. അപ്പം ശരിക്കുള്ള ആൻസറിന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദൻവാല ശരിയാണ്. ആദ്യം പറഞ്ഞ എല്ലാം ശരിയാണ്. പക്ഷെ ബിന്ദൻവാലയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയണ്ടേ? ജേർണൽ സിംഗ് ബിന്ദൻവാല എന്നാണ് കേട്ടോ റിയൽ നെയിം. അപ്പം നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര ക്വസ്റ്റ്യൻ ആയിട്ട് ആളുടെ അഭിപ്രായം കൂടി ചോദിച്ചാൽ ഈ വേർഡ്സൊക്കെ കൊന്നേൻ്റെ ഇപ്പം നമ്മുടെ ഇന്ദിരാഗാന്ധി അസാസിനേറ്റ് ചെയ്ത് അത് നല്ലതാണോ? അതായത് ആദ്യയുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചാലോ അതെങ്ങനെയാന്ന്? ഓക്കെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. ആദ്യം ഇപ്പൊ ഇന്ദിരാഗാന്ധി
പറയും എന്തുകൊണ്ട്, അതായത് അഭിപ്രായം പറയും. അത് ഒരു ഗുണ്ടയെ പിടിക്കാനാണ്. പക്ഷെ അത് അങ്ങനെ ഇവർക്ക് കുറച്ച് സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് അങ്ങനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധി വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ ഇതിനും വളർന്നേനെ. കാരണം ഇന്ദിരാഗാന്ധി ഒരു ഉരുക്ക് വനിത തന്നെയാണ്. പക്ഷെ അത് അവരുടെ ഗോൾഡൻ ടെമ്പിളിൽ കയറി, അത് അവർ സിഖുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് വെച്ചാൽ അത് ഭയങ്കര പ്രഷ്യസ് ആണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് ആര് കയറിയാലും അവര് വെറുതെ വിടില്ല. അപ്പൊ അതാണ് ഒരു പ്രോബ്ലം. പക്ഷെ എൻ്റെ ആ ഗുണ്ടകൾ ആ ഗോൾഡൻ ടെമ്പിളിൽ അത് ഒളിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് കയറേണ്ടി വന്നത്. അപ്പൊ അത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ മരണം, ഈ അസാസിനേഷൻ നടക്കില്ലായിരുന്നു. അതായത് ആ ഗുണ്ടകൾ അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അവരെ പിടിക്കാൻ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് സൈന്യങ്ങളെ കയറ്റിയത്. അപ്പൊ അത് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം കൂടി, ഒരു അഭിപ്രായം കൂടി ചോദിക്കാണ്ട്, അതായത് ഇന്ദിരാഗാന്ധിയുടെ ലീഡർഷിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ലൊരു ലീഡർഷിപ്പായിരുന്നു. അതായത് പാവപ്പെട്ടവരും പണക്കാരും നമ്മളൊരു അന്തരം അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ നിങ്ങൾക്കിപ്പോൾ ഏകദേശമൊക്കെ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കും. ചിലപ്പോൾ ചിലവർക്കൊന്നും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോയുടെ എന്തില്ല അവരുടെ ഫാമിലിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടാവും, അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് മുന്നേ ഇത് എന്ത് ചെയ്യുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇന്ദിരാഗാന്ധിയുടെ 2 എനിമീസിന്റെ പേരൊന്ന് പറയാം. ജയപ്രകാശ് നാരായൺ, മൊറാർജി ദേശായി. സോ അവർ ഫോട്ടോസൊക്കെ ലാസ്റ്റ് എടുക്കും. ഇനി ഞാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ വിട്ടുപോയത്. ഇന്ദിരാഗാന്ധി റൂളർ ആയിരുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബിഗ്ഗസ്റ്റ് കാര്യം, അതായത് ഒരു വലിയ കാര്യം നടന്നു. ആൾക്കാരുടെ മനസ്സിലൊക്കെ ഒരു ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഈശയൊക്കെ ഒരു വലിയ കാര്യം നടന്നു. ആ വലിയ കാര്യം എന്താണെന്ന് പറയുന്നത് എമർജൻസി, അടിയന്തരാവസ്ഥയായിരുന്നു കേട്ടോ. അടിയന്തരാവസ്ഥ അത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 ക്ലോസ് അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ജനങ്ങളുടെ മനസ്സിൽ ഇന്നും അതൊരു മായാത്തൊരു ഇത് തന്നെയാണ്. കാരണം ഒരുപാട് ഇതിൽ അറസ്റ്റ് ഇന്ദിരാഗാന്ധിയുടെ എതിരുള്ളവരെല്ലാം അന്ന് അറസ്റ്റാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാജൻ കൂട്ടക്കൊല അതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണ് നടന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നോളജ്ഫുൾ വീഡിയോ ആണ്, നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാനും ഫുൾ എന്ന് കാണും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് us so our family can grow. Then നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തടുത്ത് ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നമ്മൾ വീണ്ടും വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ, സീ യു. അങ്ങനെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്കു വനിത. ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധിയെ പോലെയുള്ളൊരു പ്രധാനമന്ത്രി ഇനി കിട്ടുകയില്ല. ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രിയും കൂടിയാണ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് സംയുക്ത ബംഗ്ലാദേശ് രൂപീകരണ യുദ്ധവും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയും. ഈ കാണുന്ന ഫോട്ടോ ഇന്ദിരാഗാന്ധിയും വിത്ത് റെഡ് ആർമി ആൻഡ് ആർമി ആണ്. ഈ ഫോട്ടോ എന്നത് ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശിൽ നിന്നും സംസാരിക്കുന്ന ഒരു ചിത്രമാണ്. ബംഗ്ലാദേശുകാർക്ക് ഇന്ത്യ സഹായം ഉറപ്പാക്കും എന്നൊരു സ്പീച്ചായിരുന്നു നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയുടെ ഫാദർ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. ഇതാണ് കമല നെഹ്റു, ഇന്ദിരാഗാന്ധിയുടെ അമ്മ. ഇതാണ് ഫിറോസ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ്. ഇതവരുടെ കല്യാണ ഫോട്ടോ. പിന്നീട് ഫിറോസ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും. ഇത് ഇന്ദിരാഗാന്ധിയുടെ ജനന മരണ ഇതാണ്. ഇത് മകൻ രാജീവ് ഗാന്ധി, എൽഡർ സൺ. ഇത് യങ്ങർ സൺ സഞ്ജയ് ഗാന്ധി. ഇത് ഇന്ദിരയും ഇന്ദിരയുടെ 2 മക്കളും തമ്മിലുള്ള ഒരു ചിത്രമാണ്. ഇത് ശത്രു മൊറാർജി ദേശായി. ഇത് മറ്റൊരു ശത്രു ജയപ്രകാശ് നാരായൺ. ഇത് മരിമോൾ സോണിയാഗാന്ധി.
ഇത് സോണിയാഗാന്ധിയുടെ മകൻ രാഹുൽ ഗാന്ധി. ഇത് സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധി. ഇതവരുടെ ഒരു ഫാമിലി ചിത്രമാണ്. ഇത് സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മേഘന ഗാന്ധി. ഇതാണ് കൊലപാതകം നടത്തിയ സത്വന്ത് സിംഗും ഖേഖർ സിംഗും. ഇതും മറ്റൊരു അംഗരക്ഷകനായ കൊലപാതകക്കാരനാണ്. നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനിവിടെ ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കുറേ പേരെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പോയിട്ടൊന്ന് ഇത് ചെയ്താൽ മതി കേട്ടോ. ആദിയുടെ വർത്തമാനം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ചുമ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് അറിയാണ്ടൊക്കെ പറ്റിയതാണ്. അത് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടായിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പൊട്ടത്തരങ്ങളൊക്കെ വാരി എറിഞ്ഞിട്ടിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണണം കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര വലിയൊരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട് പോലെ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവരെ വേണ്ടി നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഓക്കെ ശരി, നമുക്ക് പിന്നെ കാണാം കേട്ടോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ സോ അവർ ഫാമിലി ക്യാൻ ഗ്രോ. ദെൻ വി ലവ് യു സോ മച്ച്. വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉമ്മ ലവ് യു ബൈ. ഇനി വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നവരെ